മാർച്ച് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേയിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത സിസ്റ്റർ അന്ന കണ്ടത്തിൽ പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നതാണ്. ഞങ്ങൾക്ക് ഓർമ്മ വെക്കുന്നതിന് ഒത്തിരി മുൻപ് ജീവിച്ചിരുന്ന ഒരു ഭക്തിയായിരുന്നു അന്നമാമ എന്ന അമ്മച്ചി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്ന പാട്ടിലൂടെ ഇപ്പോഴും ആത്മലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആ ധീരവനിത. അതിനുശേഷം രംഗപ്രവേശനം ചെയ്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് സിസ്റ്റർ മേരി കോവൂർ. പുരുഷബലത്തോടെ സധൈര്യം യേശുവിനെ പ്രസംഗിച്ച ധീരവനിത. ഗ്രാമത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നതിന് 4 മാസം മുൻപ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഘടനയോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു, ലത്തൂരിൽ സുവിശേഷം അറിയിക്കുക. അതനുസരിച്ച് 4 ദിവസത്തെ രാത്രി യോഗങ്ങൾ അവർ നടത്തി. അന്ന് രാത്രിയിൽ അവസാനത്തെ രാത്രിയിൽ കർത്താവിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഒന്നും നോക്കാതെ മുൻപോട്ട് കടന്നു വന്നു. ഹൃദയങ്ങൾ യേശുവിനായി തുറക്കപ്പെട്ടു. പുസ്തകങ്ങൾ ചുട്ടരിക്കപ്പെട്ടു. കയ്യക്കെട്ടിലെ ചരടുകൾ പൊട്ടിയെറിയപ്പെട്ടു. അനേക പേരുകൾ ആ രാത്രികളിൽ ജീവന്റെ പുസ്തകത്തിലേക്ക് പിന്നാക്കിയ മുൻപോട്ട് പോയില്ല. 4 മാസം കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ മനസാക്ഷിയെ പിടിച്ചു കുലിക്കുന്നതായ ഭൂകമ്പം സംഭവിച്ചു കഴിഞ്ഞു. കാലഘട്ടത്തിന്റെ സുവിശേഷകർ എന്നതുപോലെ പിന്നീട് ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ അന്ന കണ്ടത്തിൽ. ആഫ്രിക്കയിൽ 10-20 വർഷം ജീവിച്ച് പിന്നീട് മടങ്ങി വന്ന് ബിസിനസ്സിൽ കരുത്തു കാണിച്ചവൾ. ആരും ആകർഷിക്കുന്ന സൗന്ദര്യം, ഇംഗ്ലീഷും മലയാളത്തിലും നല്ല നൈപുണ്യം പ്രാപിച്ചവൾ. എന്നാൽ തൻ്റെ ജീവിതത്തിൽ അടിക്കടി പിന്തുടർന്ന അനുഭവങ്ങളുടെ മുൻപിൽ പകച്ചുപോയി പരാജയപ്പെട്ടവൾ. എന്റെ കുടുംബത്തിന് ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയാത്ത വിശ്വാസങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതര മാർഗത്തിലൂടെ ഞാൻ ദീർഘദൂരം നടന്നു. ഞാൻ എന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ചെയ്തത് പൂഞ്ഞാർ ഉള്ള മിത്രൻ നമ്പൂതിരിപ്പാടിന്റെ അടുത്ത് ചെന്ന് മന്ത്ര ഉപദേശമെടുത്ത്, അതായത് 30 മുക്കോടി ദൈവങ്ങൾ, അവരുടെ 30 മുക്കോടി മന്ത്രങ്ങളുടെ മൂലമന്ത്രമായ ശ്രീവിദ്യാ മന്ത്രം ഉപാസിച്ചു. ഞാൻ മൂകാംബികയിൽ എല്ലാ വർഷവും പോവുകയും ക്ഷേത്രപ്രവേശനം നടത്തി എല്ലാ ക്ഷേത്രങ്ങളിൽ പോവുകയും ഹിന്ദുമതം അനുശാസിക്കുന്നത് പോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു. 11 വർഷത്തോളം ഞാൻ എല്ലാ വർഷവും മൂകാംബികയിൽ പോവുകയും രാവിലെ 2:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് ഒരു 6 മണി വരെ ആ മന്ത്രം ഉരുവിടുകയും ചെയ്യുമായിരുന്നു. അക്ഷരലക്ഷം ഉരുവിട്ടാൽ ഉപദേശിക്കാമെന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അനേക ലക്ഷം പ്രാവശ്യം അത് ഉരുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ പരിഹാര കർമ്മങ്ങൾക്കോ ഞാൻ ഉരുവിട്ട മന്ത്രങ്ങൾക്കോ എന്റെ കുടുംബത്തിനെ അതിന്റെ ദുരന്തങ്ങളിൽ നിന്ന് വിടുവിക്കാനായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അവതാരം പുട്ടപ്പർത്തിയിലുണ്ട് സായിബാബ എന്ന് കേട്ടിട്ട് ഞാൻ അവതാരത്തെ കാണുവാനായി പുറപ്പെട്ടു. 11 വർഷക്കാലത്തോളം സായിബാബയുടെ അടുത്ത് പോവുകയും അദ്ദേഹം ഒരു അവതാരമാണെങ്കിൽ എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയും സായിബാബയുടെ ഒരു ഡിവോട്ടിയായിട്ട് സായി മന്ത്രങ്ങൾ ചൊല്ലി ജീവിക്കുകയും ചെയ്തു. എന്നാൽ അതിനും എന്റെ ജീവിതത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ പിതൃഭവനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല. എന്റെ പിതാവിന്റെ മൂത്ത സഹോദരി അന്നത്തെ കാലത്ത് യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിൽ അല്ല യാഥാസ്ഥിതിക കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ BALT പാസ്സായ ആ സ്ത്രീയുടെ ഏക മകൾ BALT കഴിഞ്ഞ് IAS പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുമ്പോൾ അഹിതമായ എന്തോ ഒരു വാർത്ത കേട്ടൊന്ന് ഞെട്ടിയതാണ്. ആ പെൺകുട്ടിയുടെ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം എന്റെ പിതാവിന്റെ 2ാമത്തെ സഹോദരി ഏകദേശം 18 സംവത്സരം ദീർഘസംവത്സരങ്ങൾ സിംഗപ്പൂരിന്റെ പ്രദേശങ്ങളിൽ ജീവിച്ചിട്ട് മടങ്ങി വരുമ്പോൾ അവരുടെ ഭർത്താവിന്റെ സുബോധം നഷ്ടപ്പെട്ടിരുന്നു. ഏക മകനുമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ജീവിക്കാൻ തീരുമാനിച്ച അവരുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ സുഹൃത്ത് ആത്മഹത്യ ചെയ്തത് കാണാൻ പോയിട്ട് മടങ്ങി വരുന്നത് മാനസിക നില തെറ്റിയിട്ടാണ്. 3ാമത്തെ സഹോദരി ഏകദേശം 20 വർഷക്കാലം ഒറീസയുടെ പ്രദേശങ്ങളിൽ സദൺ റെയിൽവേ സ്കൂളിൽ ഹെഡ് മിസ്ട്രസായി ജോലി ചെയ്യുകയും പരശതം ചെറുപ്പക്കാരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ജോലി വാങ്ങി കൊടുക്കുകയും ചെയ്ത ആ സ്ത്രീയുടെ ഏക മകൻ സാരാഭായ് കെമിക്കൽസിൽ ഉന്നത ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഒരു സിനിമ കാണാൻ പോയി മടങ്ങി വരുമ്പോൾ തലേ ദിവസം ബന്ധായിരുന്നത് കൊണ്ട് റോഡിൽ ഉരുട്ടി വെച്ച ഒരു കല്ലിൽ അവന്റെ ബൈക്ക് തട്ടി ചെറുതായി ഒന്നും മറിഞ്ഞു. വലിയ അപകടമൊന്നും സംഭവിച്ചില്ല. മേൽച്ചെടിയിൽ ഒരു ചെറിയ മുറിവ് മാത്രം ഉണ്ടായിരുന്നു. ബൈക്ക് ഓടിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവൻ ഉറങ്ങാൻ കിടന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് തലമുടി വലിച്ചു പറിച്ച് ഷർട്ട് വലിച്ച് കീറിക്കൊണ്ടാണ്. ഡോക്ടേഴ്സിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ കട്ടാക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തോളൂ, അവന്റെ ബ്രെയിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞു. കട്ടാക്ക് മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തുവെങ്കിൽ അവിടെ ശസ്ത്രക്രിയ ഉടൻ തന്നെ ഒരു ബ്രെയിൻ സർജറി അവനെ വിധേയനാക്കിയെങ്കിലും ആ സർജറിക്ക് ശേഷം 8 ദീർഘമാസങ്ങൾ ഈ ചെറുപ്പക്കാരൻ സുബോധമില്ലാതെ കിടന്നു. സുബോധം വന്നപ്പോഴേക്കും അവന്റെ മോണ വളർന്ന പല്ലുകളെ മൂടിപ്പോയിരുന്നു. മാത്രമല്ല ശരീരത്തിന്റെ ചലനശേഷി മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. 25 ദീർഘവർഷങ്ങൾ ആ ചെറുപ്പക്കാരൻ ഒരു വീൽ ചെയറിനെ അഭയം പ്രാപിച്ചു. മാത്രമല്ല അന്ന് 23 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ ഭാര്യ, മൂത്ത കുഞ്ഞിന് 1.5 വയസ്സും 2ാമത്തെ കുട്ടി 6 മാസവും ഗർഭിണിയുമായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഭർത്താവ് ജീവിച്ചിരിക്കെ അവൾ വിധവയായി. അടുത്ത ഊഴം ഞങ്ങളുടെ കുടുംബത്തിലേതായിരുന്നു. എന്റെ സഹോദരൻ, എന്റെ മൂത്ത സഹോദരൻ, അതായത് എന്റെ അമ്മ പ്രസവിച്ച് എന്റെ സഹോദരന്റെ ഭാര്യ, അദ്ദേഹത്തിന് 34 വയസ്സും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 32 വയസ്സുമുള്ളപ്പോൾ ഒരു
ട്യൂബർക്കുലോസിസ് മെനിഞ്ചൈറ്റിസ് എന്ന രോഗം വന്നു. ഒരു തലവേദന മാത്രം കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ചെന്ന് 15 മിനിറ്റിനകം അവരുടെ വലത് കരം തളർന്നു. അടുത്ത 15 മിനിറ്റിനകം വലതുകാൽ തളർന്നു. പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഷ് ചെയ്തു. 40 മിനിറ്റിനകം കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെ എത്തിച്ചുവെങ്കിലും അവിടെ ചെല്ലുമ്പോഴേക്ക് ഇടതുകരം മാത്രം ചലിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും അവരുടെ ശരീരം തളർന്നു പോയിരുന്നു. ദീർഘമായ 16 വർഷവും 3 മാസവും കണ്ണുപോലും കാണാതെ ആ സ്ത്രീ കിടക്കയെ അഭയം പ്രാപിച്ചു. എന്റെ സഹോദരന്മാരൊക്കെ പൂർണ്ണസമയ മദ്യപാനികളായി. എന്റെ പിതാവിന്റെ സഹോദരപുത്രനായി ഇടുക്കള മാപ്പിള റാന്നി MLA ആയി LDFന്റെ കാൻഡിഡേറ്റായി മത്സരിച്ച ഇടുക്കള മാപ്പിള 38 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു കോർണർ മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കമ്മ്യൂണിസവും മാർക്സിസവും നിലവിൽ വന്നാൽ ജനത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുമെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേദിയിൽ തന്നെ ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ് മരിച്ചു. ഒരേ ഒരു മകൻ 4 വയസ്സുള്ള കുഞ്ഞ് അവന്റെ പിതാവിന്റെ മരണത്തിന്റെ ഓർമ്മകൾ പടിയിറങ്ങുന്നതിന് മുൻപ് റോഡ് മുറിച്ച് കടക്കുമ്പോൾ ചീറിപ്പാഞ്ഞു വന്ന ഒരു ടെമ്പോ അവനെ തട്ടി ആ റോഡിൽ വീണ് ആ കുഞ്ഞ് തൽക്ഷണം മൃതി അടഞ്ഞു. ഭർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മകൾ തീരുന്നതിന് മുൻപേ തന്റെ ഏക മകന്റെ ആ ശവശരീരത്തിൽ കിടന്ന് അലറിക്കഴിയുന്ന പെൺകുട്ടിയുടെ ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് ഇന്നും മാഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്റെ മനസ്സിന് താങ്ങാവുന്നതിന് അധികമായിരുന്നു. രക്ഷിക്കാൻ വിടുവിക്കാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് എന്റെ കുടുംബം സേവിച്ചതെങ്കിൽ എന്തുകൊണ്ട് യേശു എന്റെ കുടുംബത്തെ രക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല തുടർച്ചയായി ശിക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളെ രക്ഷിക്കാൻ വയ്യാത്ത, ഞങ്ങളെ വിടുവിക്കാൻ വയ്യാത്ത ഒരു യേശുവിനെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ എന്റെ മനസ്സ് തയ്യാറായില്ല. അങ്ങനെ യേശുവിനെ മൊത്തത്തിൽ മറന്നു കളഞ്ഞ് ദൈവത്തോട് മത്സരിച്ച് ജീവിക്കുന്ന സമയം സ്വന്തം ശരീരത്തിൽ തളർച്ച ബാധിച്ചപ്പോൾ വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ദൈവശബ്ദം കേട്ട് ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു. ഹൂ ഈസ് ദ റിയൽ ഗോഡ്? ആരാണ് സത്യ യഥാർത്ഥ ദൈവമെന്ന് എനിക്കറിയണം. അതൊരാൾ പറഞ്ഞിട്ടല്ല, ആരെങ്കിലും പറഞ്ഞ കൈവൊക്കെ യേശുവിനെ സ്വീകരിക്കാനല്ല. ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. തനിക്കുണ്ടായിരുന്ന തന്റെ കഴിവുകൾ, തന്റെ സൗന്ദര്യം, തന്റെ ആരോഗ്യം, തന്റെ സ്വാധീനം സകലതും ഛേദമെന്നെണ്ണി യേശുവിനെ അഹോരാത്രം പ്രസംഗിച്ചവൾ. ടുഡേയുടെ കേരളത്തിലെ 4 നേരം സക്സസ്ഫുൾ സ്ത്രീകളെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരാൾ ഞാൻ ഫീച്ചർ ചെയ്ത്, പിന്നെ ഇൻ്റർനെറ്റും മോഡോ ഞാൻ കൊണ്ടുവന്നതിന് അമേരിക്കയിൽ നിന്ന് വന്ന ഒരു കമ്പനി ടെക്നിക്കൽ എക്സലൻസിന് അവാർഡ് എനിക്ക് കിട്ടിയതാണ്. രോഗബാധിതയായി സ്വന്തം ഭവനത്തിൽ വിശ്രമിക്കുമ്പോഴും അവസാന നിമിഷം വരെയും യേശുവിനെ വിളിച്ചു പറയുക മാത്രമല്ല, തൻ്റെ ഒരേ ഒരു ആഗ്രഹം ഇതായിരുന്നു. 2006 ഞാൻ ബഹറിലൊരു മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ, ഞാൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ ആ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദൈവശബ്ദം കേട്ട, അടുത്ത തലമുറ എൻ്റെ സ്വപ്നമാണ്, നീ എനിക്ക് അവരെ മടക്കി തരണം. അന്ന് മുതൽ ഇന്ന് വരെ യൂത്തിന് വേണ്ടിയിട്ടാണ്. നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെ ചേർത്ത് പിടിക്കാനും അവരെ കരുത്തന്മാരാക്കാനും ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരാക്കാൻ. നമ്മളുടെ സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിനും പ്രയോജനപ്പെടണം, മനുഷ്യർക്കും പ്രയോജനപ്പെടണം. എന്നാൽ ആ എളുപ്പമുള്ള മനസ്സുകൾ പതറിപ്പോകാതിരിക്കേണ്ടതിന് അവരോട് ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല, പ്രസംഗിക്കുന്ന വചനം ജീവിച്ചു കാണിക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ലക്ഷ്യവും മറ്റുള്ളവരിൽ നിന്നും തന്നെ വ്യത്യസ്തരാക്കിയത്. ലിബറേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഘടന എനിക്കുണ്ടായിരുന്നു. അന്ന് ജനത്തെ ഞാൻ പഠിപ്പിക്കുന്ന പ്രതികരിക്കാൻ ശക്തി വേണം. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കുറേ മണ്ടന്മാരെ കൂട്ടിയിട്ട് ഞാൻ അതിനൊക്കെ പ്രതികരിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ നടക്കുമായിരുന്നു അന്ന്. ഇതൊക്കെ അറിയാത്ത കാലഘട്ടമാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി പ്രതികരിക്കാതെ ഇരിക്കാനാണ് ശക്തി വേണ്ടത്. എന്ത് കേട്ടാലും തുപ്പലൊഴുങ്ങി സ്തോത്രം പറയാൻ കൃപ വേണം. പ്രതികരിക്കാൻ ഏത് മണ്ടനും കഴിയും. പ്രതികരിക്കാതിരിക്കണമെങ്കിൽ യു ഷുഡ് നോ ഹൂ യു ആർ. പുറമേ നോക്കിയാൽ സ്ത്രീ എന്ന് തോന്നിയാലും ആത്മീകമായും അക്ഷരികമായും പുരുഷത്വം പ്രാപിച്ചവൾ. എന്നാൽ ക്രിസ്തുവിൽ തന്നെ ബലഹീനയാക്കി തൻ്റെ സ്വഭാവത്തെ പണിയുവാൻ ഏൽപ്പിച്ചു കൊടുത്തവൾ. തൻ്റെ മൂത്ത മകൻ്റെ വിയോഗത്തിൽ അവർ അത് നന്നായി വെളിപ്പെടുത്തി. തൻ്റെ മൂത്ത മകൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നത് കോളൻ ക്യാൻസർ ബാധിതനായിട്ടാണ്. തൻ്റെ ജീവിതവും ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് കോളൻ ക്യാൻസർ ബാധിച്ചിട്ടാണ്. അതെ, മകന്റെ വിയോഗത്തിൽ അനേകർ പരിഹസിച്ചു ചോദിച്ചു, നീ ഇപ്പോൾ ഈ യേശുവിനെ തള്ളിപ്പറയുമോ? എന്നാൽ അവരുടെ ചങ്കൂറ്റമുള്ള മറുപടി ഇതായിരുന്നു, പന്ന പിശാചേ, നീ വിചാരിക്കുന്നുണ്ടോ അവൻ പോയത് കൊണ്ട് ഞാൻ ഈ പുസ്തകം താഴെ വെക്കുന്ന? ഞാനും എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഈ പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ യേശുവിന് വേണ്ടി തന്നെ ജീവിക്കുന്നവർ. ദുരന്തങ്ങളുടെ പരമ്പര അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുകയല്ല ദൈവം ചെയ്തത്, മറിച്ച് ആ ദുരന്തങ്ങൾക്ക് നേരെയുള്ള അവരുടെ മനോഭാവത്തെ ദൈവം പണിതെടുത്തു. ദുരന്തങ്ങൾ നിമിത്തം ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ഇന്ന് ദുരന്തങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ ചേർത്ത് പിടിച്ച് പിശാചിനെ പുച്ഛിക്കുന്ന മനോഭാവത്തിലേക്ക് ദൈവം കൊണ്ടെത്തിച്ചു. എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതൽ കിട്ടാത്ത അനേകം വിഷയങ്ങളുടെ മുമ്പിൽ നമ്മളും മടുത്ത് ജീവിക്കുന്നവരല്ലേ?
യേശുവിനെ കുറ്റപ്പെടുത്തി ജീവിക്കുന്നവരെങ്കിൽ ഇന്ന് മനസ്സിലാക്കുക, ദുരനുഭവങ്ങളെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാത്ത വിഷയങ്ങളുടെ മേൽ നമ്മുടെ മനോഭാവത്തെ മാറ്റിയെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, അങ്ങനെ ആ ദുരനുഭവങ്ങളെ അല്ലെങ്കിൽ ആ പരാജയത്തെ വാഴുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തന്നെ ഏൽപ്പിച്ച വേല ഭംഗിയായി ചെയ്തെടുത്ത് അതിലുപരി തൻ്റെ സ്വഭാവത്തെ പണിയുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിച്ചു കൊടുത്ത് തൃപ്തിയോടെ മടങ്ങിപ്പോകുന്ന പ്രിയ ആൻറ്റിക്ക് ബെഥേൽ ക്രിയേഷൻസിൻ്റെ എല്ലാ ആദരാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു ചേർച്ചുണ്ട്, മിസ്ബാ ഫുൾ ഗോസ്പിൾ ചേർച്ച് എന്ന് പറഞ്ഞ ചേർച്ച് മാങ്ങാനത്തുണ്ട്. കുറേ പാവപ്പെട്ടവർ അവിടെ ഉള്ളത്. പിന്നെ തിരുവാതിക്കൽ ഒരെണ്ണമുണ്ട്. ഒരു ചെറിയ പ്രവർത്തനം ബാമ്പാടിയിലുണ്ട്. പിന്നെ മിസ്ബ പ്രെയർ മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു ചെറിയ ചാരിറ്റബിൾ ഒരു സാധനമുണ്ട്. കുഞ്ഞി കാര്യങ്ങൾ അവൾ തന്നാലാവത് ചെയ്തെന്ന് പറഞ്ഞ പോലെ. പിന്നെ യൂത്തിൻ്റെ പ്രോഗ്രാം എല്ലാ വർഷവും, ഈ വർഷം നടന്നില്ല, എൻ്റെ മോന് സുഖമില്ലായിരുന്നതുകൊണ്ട് യൗവനക്കാര് കർത്താവിനോട് ചേർന്നിരിക്കണം. അടുത്ത തലമുറയെ ദൈവം ഉപയോഗിക്കണം. പിന്നെ എന്നെ എടുക്കുന്നതിന് മുമ്പ് ദൈവം നീതിമാന് തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്ത് ഞാൻ തേജസ്സിൽ എടുക്കപ്പെടും.